ഇന്നലകളിൽ അവസാന ഭാഗം. എൻഗേജ്മെന്റ് വളരെ ആഘോഷമായി നടത്തിയത് കൊണ്ട് തന്നെ റിസപ്ഷൻ വേണ്ടെന്ന് അവർ മുന്നേ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ധൃതിയൊന്നുമില്ലാതെ ഒന്ന് ശ്വാസമെടുക്കാനുള്ള സമയം അവർക്ക് ലഭിച്ചിരുന്നു. എങ്കിലും തന്റെ വീടും ചുറ്റുപാടും വിട്ട് മറ്റൊരു വീട്ടിലേക്ക് കയറി വന്നതിന്റെ അങ്കലാപ്പ് ശിവയുടെ മുഖത്തും പ്രവൃത്തികളിലും പ്രകടമായിരുന്നു. സരസ്വതിയെ വിട്ടുവന്ന വിഷമം അവളെ ഒരുപാട് ബാധിക്കാതിരിക്കാൻ സദാനേരവും തന്നാൽ കഴിയും വിധം ശ്രീലത അവൾക്കൊപ്പം തന്നെ നിന്നു. രാത്രിയിൽ ശ്രീലത കയ്യിൽ കൊടുത്ത ഒരു ഗ്ലാസ് പാലുമായി കിച്ചുവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കൈകാലുകൾ വല്ലാതെ വിറകൊണ്ടിരുന്നു. മുറിയിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും അവൾ അവന്റെ കൈക്കുള്ളിൽ അകപ്പെട്ടിരുന്നു. കയ്യിലുള്ള പാൽ തുളുമ്പി പോവാതെ അവൻ മേടിച്ച് സൈഡ് ഡെസ്കിലേക്ക് വെച്ചു. ശിവ ഉയർന്ന നെഞ്ചിരിപ്പോടെ അവനെ നോക്കി. അവളുടെ കണ്ണിലെ പിടപ്പും നെഞ്ചിരിപ്പിന്റെ വേഗതയും അവൻ അറിഞ്ഞിരുന്നു. പേടിയുണ്ടോ? പതിഞ്ഞൊരു സ്വരത്തിൽ അവൻ ചോദിക്കുമ്പോൾ അവൾ ചെറുതായൊന്ന് തലയാട്ടി, ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള മട്ടിൽ. ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിയിരുന്ന കൈകളെ അകത്തി മാറ്റി തോളിലൂടെ കൈയിട്ടവൻ ചേർത്ത് പിടിച്ചു. അവളെ കട്ടിലേക്ക് പിടിച്ചിരുത്തി അവൾക്കരികിലേക്കിരുന്നു. ഈ പേടിയൊക്കെ മാറി നീയൊന്ന് ഉഷാറാവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാം. എന്തേ? അവനൊരു ചിരിയോടെ ഇരുപുരികവും മാറി മാറി ഉയർത്തി അവളോട് ചോദിക്കുമ്പോൾ ശിവ ഒരു ശങ്കയോടെ അവനെ നോക്കി. എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, അതോർത്ത് ടെൻഷനാവുകയും വേണ്ട. നിന്റെ കൈ പിടിക്കുമ്പോൾ നിന്റെ ഏട്ടന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, നിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിന്നോളാന്ന്. അതേ ഞാനിപ്പോ ചെയ്യുന്നുള്ളൂ. നിന്റെ സന്തോഷങ്ങൾക്കപ്പുറം എനിക്ക് ഇഷ്ടങ്ങളൊന്നുമില്ലടി. നീ നിന്റെ നിനക്കായി എന്നതിനപ്പുറം മറ്റൊരു ഇഷ്ടവും എനിക്കില്ല. കിച്ചു പറഞ്ഞു നിർത്തുമ്പോൾ ശിവ അവനെ മുറുകെ പുണർന്ന് തോളിൽ മുഖമമർത്തി. അവൻ ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചു. നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്, കിടന്നാലോ? അവൾ അടർന്നു മാറിയപ്പോൾ കിച്ചു ചോദിച്ചു. ശിവ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. നിവർന്നൊന്ന് കിടക്കാനാഞ്ഞ വേളയിൽ അവന്റെ കൈവണ്ണയിലേക്ക് തല ചേർത്ത് അവൾ അവനെ പുണർന്നു പിടിച്ചു. ഉറക്കം വരാതെ അവളെ ഒന്ന് ഇറുകെ ചേർത്ത് പിടിച്ച് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. ജീവിതം അതിന്റെ പുതിയൊരു പാത തേടിത്തുടങ്ങുമ്പോൾ ആ വഴികളിൽ കൈകോർക്കാൻ കൂടെ ഞാനുണ്ടാവുമെന്ന് പറയാതെ പറയുകയായിരുന്നു കോർത്തു പിടിച്ച കൈവിരലുകളിലൂടെ അവർ. ശ്യാം, ഇടറിയ സ്വരത്തോടെയുള്ള ആ വിളിയിൽ ശ്യാം അവളെ ഒന്നുകൂടെ നോക്കി. ക്ഷീണിച്ച് എല്ലുന്തിയ ആ രൂപത്തിന് പഴയ അഹങ്കാരമോ പ്രതാപമോ ഉണ്ടായില്ല. കണ്ണുകൾ കുഴിഞ്ഞ് കൺപോളകളിൽ കറുപ്പ് വ്യാപിച്ച് മുടി മുഴുവൻ കൊഴിഞ്ഞു. നിറമുള്ള ഒരു പുഞ്ചിരി നൽകാൻ പോലും അശക്തയാകും വിധം ക്യാൻസർ അതിന്റെ വേരുകൾ അവളിൽ ശക്തിയിൽ നാട്ടിയിരുന്നു. എനിക്ക് അവനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ ഒരു നിമിഷം പരതി. അധികം സംസാരിക്കണ്ട, പതിഞ്ഞ സ്വരത്തിൽ അവനും പറഞ്ഞു. ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം, എന്നാലും ക്ഷമിക്കൂ എന്നോട്. നിറഞ്ഞു തൂവിയ മിഴികളോടെ അവൾ ചോദിക്കുമ്പോൾ ശ്യാം അരികിൽ നിൽക്കുന്ന മാനസിയെ ഒന്ന് നോക്കി. ദേഷ്യം ഉണ്ടെങ്കിലല്ലേ സ്വാതി ക്ഷമിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് നിന്നോട് ദേഷ്യമില്ല, മറിച്ച് നന്ദി മാത്രമേ ഉള്ളൂ. ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒന്ന് എന്റെ കൈകളിൽ എത്തിച്ചേരാൻ കാരണമായത് നീയാണ്. ആ നിന്നോട് എനിക്കെന്തിനാ ദേഷ്യം? തന്റെ നേരെ കൈകൂപ്പി തുടങ്ങിയ സ്വാതിയുടെ കൈകൾ പിടിച്ച് അവൻ പറഞ്ഞു. മൂഢയാണ് ഞാൻ. കയ്യിലിരുന്ന മാണിക്യത്തിന്റെ വിലയറിയാതെ അതിനെ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞ മൂഢ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ തേടി വരും ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ നിന്നെ തിരികെ നേടാൻ, ഒരു ജീവിതകാലം മുഴുവൻ കൈകോർത്ത് പിടിച്ച് കൂടെ നടക്കാൻ. കണ്ണുനീരോടെ അവനെ നോക്കി സ്വാതി പറയുമ്പോൾ മാനസിയുടെ നോട്ടം പോയതും അവനിലേക്കായിരുന്നു. ശ്യാം ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ തോളിലൊന്ന് തട്ടി. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് മനുഷ്യർ മാപ്പ് കൊടുത്തെങ്കിലും ദൈവത്തിന്റെ കോടതിയിൽ സ്വാതിക്ക് ലഭിച്ച ശിക്ഷ മരണമായിരുന്നു. കഴിഞ്ഞ 4 മാസം കൊണ്ട് അവളിലെ ഓരോ കോശത്തെയും കീഴടക്കി അവസാനം അവളെ തന്നെ കീഴടക്കിക്കൊണ്ട് മറ്റെല്ലാത്തിനും മേൽ ക്യാൻസർ അവളെ പിടിച്ചുലച്ചു. ഇനിയൊന്നും പറയാനും ചെയ്യാനും ഇല്ലാത്തൊരവസ്ഥയിൽ അവൾക്കായി ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം ഭൂമിക്ക് ഭാരമാകാതെ ആ പ്രാണനെ കവർന്നെടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമായിരുന്നു. സ്വാതിയോട് യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിന്റെ വിജനമായ വാരാന്തയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ
കോർത്തു പിടിച്ചിരുന്ന ശ്യാമിന്റെയും മാനസിയുടെയും കൈവിരലുകൾക്ക് തമ്മിൽ തമ്മിൽ സംവദിക്കാനുണ്ടായിരുന്നത് സ്വാതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. ജന്മങ്ങൾ എത്ര താണ്ടിയാലും ഇണയായി നീ തന്നെ മതിയെന്ന്. ശ്യാമിന്റെ ജീവിതത്താളുകളിൽ നല്ലൊരു തുടക്കത്തിനായി വെട്ടിക്കുറിച്ചിട്ട അടഞ്ഞൊരു അധ്യായമാണ് സ്വാതി. ഇന്ന് ആ താളുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മാനസിയാണ്. നിറങ്ങൾ ചാലിച്ച് ഏഴഴകോടെ വാനിൽ വിരിഞ്ഞ മഴവില്ല് പോലെ ആ താളുകൾക്കിടയിൽ അവളെന്ന നിറമില്ലാത്ത ഒരു വരി പോലുമില്ല. മാനസി മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ശ്യാമിനെയാണ്. അവൾ വന്ന് അവന്റെ തോളിൽ കൈവച്ചതും അവൻ അവളെ തിരിഞ്ഞു നോക്കി. എന്തേ? ജനലഴികളിൽ പിടിച്ചു നിൽക്കുന്ന അവന്റെ കൈകൾക്കിടയിലൂടെ നൂണ്ടുകയറി നെഞ്ചോടൊട്ടി നിന്നവൾ ചോദിക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ വയറിന് കുറുകെ ചുറ്റി അരക്കെട്ടിൽ ചേർന്ന് നിന്നു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമയച്ചു. ഹൃദയത്തിലാകെ പ്രണയം നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ വെമ്പൽ കൊണ്ട് നിൽക്കും പോലെ തോന്നിയവന്. മിടിക്കുന്ന ഓരോ മാത്രയും ഹൃദയം അവളുടെ നാമം വിളിച്ചോതുന്നത് പോലെ. അവന്റെ കണ്ണുകളിലെ ആഴങ്ങളിൽ ആ പ്രണയത്തിരയിളക്കം അവളും കണ്ടെത്തി. നിമിഷ നേരം കൊണ്ട് പ്രണയം പൂത്തുലഞ്ഞ ഒരു പുഞ്ചിരി മിഴികളിനാഴങ്ങളിൽ തെളിഞ്ഞു. അത് പതിയെ അധരങ്ങളിലേക്കും വ്യാപിച്ചു. ജനലിലൂടെ അരിച്ചെത്തുന്ന കാറ്റ് അവളുടെ മുടിയിഴകളെ പൊതിഞ്ഞ് കടന്നു പോകുന്നത് കണ്ട് ആ കാറ്റിനെ പോലും കടത്തിവിടാതെ അവളെ അവൻ തന്നോട് ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ ആ ചുണ്ടുകൾ പതിയുമ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. പതിയെ അവളുടെ പുഞ്ചിരിയെ കവർന്നുകൊണ്ട് അവളുടെ അധരങ്ങൾക്ക് മേൽ അവന്റെ അധരങ്ങൾ അമർന്നു ചേർന്നു. ആദ്യമായെന്ന പോലെ ഒരു നൈർമല്യമായിരുന്നു ആ ചുംബനത്തിന്. മൃദുലമായി അത് അധരങ്ങളെ ഭേദിച്ച് നാവുകളെ ബന്ധിച്ചു. വിരലുകൾ അണിവയറിലേക്ക് ഇഴഞ്ഞു കയറുമ്പോൾ അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൻ തുമ്പിൽ ചുരുണ്ടു പിടിച്ചു. അവളെ ചേർത്ത് പിടിച്ചവൻ കിടക്കയിലേക്ക് വീണു. പതിയെ ഉടയാടകൾ ദേഹത്ത് നിന്ന് അടർന്നു മാറുന്നതും ശരീരം ചൂടുപിടിക്കുന്നതും അവരറിഞ്ഞു. തമ്മിൽ തമ്മിൽ ഇഴുകിച്ചേർന്ന് പുതിയൊരു താളം തേടിയ അവസാനം പ്രണയത്തെ അതിന്റെ പൂർണ്ണതയിൽ അറിഞ്ഞ് അടർന്നു മാറുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തളർന്നിരുന്നു. പ്രണയം അതിന്റെ വർണ്ണങ്ങൾ ചാലിച്ച് ഇരുവരെയും പുൽകുമ്പോൾ ഒരിക്കലും നിറംകെട്ടു പോകാത്തൊരു പ്രണയത്തിന്റെ തുടിപ്പ് അവളുടെ ഉദരത്തിലും പിറവി കൊണ്ടിരുന്നു. എന്തേലും വയ്യായിക ഉണ്ടോടി നിനക്ക്? മുഖം എന്തേ വല്ലാതെ? ഓഫീസിൽ നിന്ന് വന്ന് വൈകുന്നേരം ചായ കുടിക്കുന്നേരം അരികെ നിൽക്കുന്ന മാനസിയെ ശ്യാം അവനൊപ്പം പിടിച്ചിരുത്തി. എന്ത്? എനിക്കൊരു കുഴപ്പമില്ല. ഉള്ളിലുള്ള ക്ഷീണത്തെ മറച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കുടിച്ചുകൊണ്ടിരുന്ന ചായ പകുതിക്ക് വെച്ച് അവൻ അവൾക്ക് നേരെ നീട്ടി. അത് കുടിച്ചുകൊണ്ട് തന്നെ പതിയെ അവന്റെ തോളിലേക്കൊന്ന് ചാഞ്ഞിരുന്നവൾ. പതിയെ ഒന്ന് തോളിൽ തട്ടിയപ്പോൾ അവൾ ഒന്നുകൂടെ മുഖം കയ്യിലേക്ക് അമർത്തി വെച്ചു. അടുക്കളയിൽ നിന്ന് വന്ന സരസ്വതി അവൾക്ക് എന്ത് പറ്റിയെന്ന് ശ്യാമിനെ കണ്ണു കാണിച്ചു ചോദിച്ചപ്പോൾ അവൻ ചിരിയോടെ ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി. സരസ്വതി ചിരിയോടെ ഉമ്മറത്തേക്ക് പോയി. പെണ്ണേ, കാതിലൊന്ന് ഇക്കിളിയാക്കി വിളിക്കുമ്പോൾ അവൾ ഒന്ന് കുതറി കുറുകി. കണ്ണു തുറന്ന് അവനെ നോക്കിയവൾ. രാത്രി ഉറക്കമില്ലാഞ്ഞിട്ടാണോടി? കുസൃതി ചിരിയോടെ ഇടുപ്പിൽ പിടിച്ച് അവൻ അവളെ തന്നോട് ചേർക്കുമ്പോൾ അവൾ ഒന്ന് കൂർപ്പിച്ചു നോക്കിയവനെ. വന്നു വന്ന് വഷളത്തരം കൂടുന്നുണ്ട് കേട്ടോ. നിന്റെ അടുത്തല്ലാതെ പിന്നെ ആരുടെ അടുത്ത ഭാര്യയെ ഞാൻ വഷളത്തരം കാണിക്കുക? ഇതെന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ? കവിളിലൊന്ന് ചുംബിച്ച് പറയുന്നേരം ഒരു പുഞ്ചിരി അവളുടെ ചൊടികളിൽ വിടർന്നിരുന്നു. അവന്റെ തലയിലൊന്ന് കൊട്ടി എണീറ്റു പോകുന്ന അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ അവനിരുന്നു. രാത്രി കിടക്കാൻ നേരത്തും അവളുടെ കണ്ണുകളെ ക്ഷീണം മൂടിയിരിക്കുന്നതറിഞ്ഞ് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പതിയെ തഴുകിയുറക്കി. അവനിലെ ആ കരുതലിന്റെ സുരക്ഷിതത്വം അറിഞ്ഞാണ് അന്നത്തെ രാവിൽ അവൾ നിദ്രയിൽ ലയിച്ചത്. പിറ്റേന്ന് പുലരിയിൽ മിഴികൾ തുറക്കുമ്പോൾ അവൾക്കുള്ളിൽ ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയും. കുളിച്ച് ഫ്രഷായി ഇറങ്ങുമ്പോൾ അവളുടെ കൺപീലികൾ നനഞ്ഞു തന്നെയിരുന്നു. ബെഡിൽ കിടക്കുന്ന ശ്യാമിന്റെ കൈകളെ വിടർത്തി ആ നെഞ്ചിൻ കൂടിലേക്ക് അമർന്നു ചേരുമ്പോൾ അവന്റെ കൈകൾ അവളെ കൂടുതൽ മുറുക്കത്തോടെ ചേർത്ത് പിടിച്ചു. മുടിയിഴയിലെ ഈറനപ്പുറം നെഞ്ചിനെ പൊള്ളിച്ചുകൊണ്ട് അടർന്നു വീഴുന്ന കണങ്ങളെ അറിഞ്ഞൊരു ഞെട്ടലോടെയാണവൻ മിഴികൾ തുറന്നത്. മാനസി, അവളുടെ മുഖത്തെ പിടിച്ച് തനിക്ക് നേരെ ഉയർത്തുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നവൾ. കിടക്കയിൽ നിന്നും എണീറ്റ് അരയിലൂടെ കൈയിട്ടവൻ അവളെ മടിയിലേക്ക് എടുത്തിരുത്തി. അവനെ നോക്കാതെ അവൾ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയപ്പോഴും അവനെ വന്ന് പൊതിഞ്ഞത് മുഴുവൻ വ്യാകുലതകളായിരുന്നു. മാനസി, എന്താ പറ്റിയത്? വയ്യായിക വല്ലതും ഉണ്ടോ നിനക്ക്? ഉള്ളിലുള്ള ആധി അവന്റെ സ്വരത്തിൽ വ്യക്തമായിരുന്നു.
തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളിലൊന്ന് വിടർത്തി അവൾ അവന്റെ കയ്യിലേക്ക് എന്തോ വെച്ചു കൊടുത്തു. ഉള്ളംകൈ വിടർത്തി നോക്കുമ്പോൾ കയ്യിലെ കാടിൽ 2 ചുവന്ന വരകൾ കണ്ട് അവനൊന്ന് ആശ്ചര്യപ്പെട്ടു. ശരിക്കും? അവളെ വലിച്ചടുപ്പിച്ച് ചോദിക്കുമ്പോൾ കണ്ണ് തുറക്കാതെ തന്നെ അവൾ അതേ എന്ന് മൂളി. കണ്ണൊന്ന് തുറക്ക് മാനസി, അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് പറഞ്ഞു. മാനസി പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി. സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ കണ്ണുകളെ അവളുടെ അധരങ്ങൾ പുൽകി. അവളുടെ മിഴികളിൽ ഒളിച്ചിരുന്ന നാണം കാണെ അവൻ അവളെ മുറുകെ പൊതിഞ്ഞു പിടിച്ചു. ഗാഠമായ ആ ആലിംഗനത്തിനിടയിൽ ഇട്ടിരിക്കുന്ന ടോപ്പിനെ വകഞ്ഞു മാറ്റി അവന്റെ കൈകൾ അവളുടെ അണിവയറിലേക്ക് ചേർന്നു. ഞാനൊന്ന് ഊഹിച്ചു പോലും ഇല്ലല്ലോടി. നിന്റെ ഡേറ്റ് തെറ്റിയിരുന്നോ? ഡേറ്റിന് ഒരു 4 ദിവസത്തെ വ്യത്യാസമേ വന്നുള്ളൂ. 2-3 ദിവസമായിട്ടുള്ള ക്ഷീണവും മനംപുരട്ടലും ഒക്കെ കാരണം സംശയം തോന്നിയ ഇന്നലെ അച്ഛന് മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ഞാൻ കിറ്റ് മേടിച്ചത്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഉള്ളിൽ എന്തോ ഒരു പ്രതീക്ഷയായിരുന്നു. അവനെ മുഖമുയർത്തി നോക്കുമ്പോൾ സന്തോഷമെല്ലാം വിട്ട് ഒരു പരിഭവം ആ കണ്ണുകളിൽ അലയടിച്ചിരുന്നു. ശ്യാം വെറുതെ ടെൻഷൻ ആവണ്ടല്ലോ എന്ന് കരുതിയാ ക്ഷീണമില്ലാത്തതുപോലെ നിന്നത്. ചെവിയിൽ കൈ ചേർത്ത് നിഷ്കളങ്കമായി പറയുമ്പോൾ അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ അമർത്തി മുത്തുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണീരിൽ കുതിർന്ന ഒരു പുഞ്ചിരി ഇരുവരുടെയും അധരങ്ങളെ കീഴടക്കിയിരുന്നു. അവരുടെ ഉള്ളിൽ നിറഞ്ഞു തൂകിയ സന്തോഷം അവരെ സ്നേഹിക്കുന്ന മറ്റെല്ലാ ഹൃദയത്തിലും നിറവോടെ തന്നെ നിന്നിരുന്നു. 3-ാം മാസത്തെ ചെക്കപ്പിൽ ട്വിൻസ് ആണെന്നറിഞ്ഞത് അവർക്കും ഇരട്ടി ആഹ്ലാദമായിരുന്നു. ആദ്യത്തെ 3 മാസം ഒന്നിനും കഴിയാതെ ഛർദിയും തലകറക്കവും അവളെ നന്നേ ബാധിച്ചിരുന്നു. പതിയെ അത് കുറഞ്ഞു വന്നെങ്കിലും ക്ഷീണം അവൾക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. സരസ്വതിയുടെയും ശ്യാമിന്റെയും പരിരക്ഷണം കൊണ്ട് അവൾ ഒന്നുകൂടെ ഒന്ന് തടിച്ചു. 7-ാം മാസം കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് നടത്തിയെങ്കിലും നേരെ ഇരുട്ടി വെളുക്കും മുന്നേ അവനില്ലാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച മാനസിയെ രാഖി രാമാനം പോയി ശ്യാം തിരിച്ച് ചന്ദ്രോത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ശ്യാം! കാലിൽ മസിൽ കയറി വേദനയിൽ പുളയുന്ന മാത്രയിൽ അവന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ ഒന്ന് വിളിച്ചു. ആദ്യത്തെ വിളിയിൽ തന്നെ അവൻ ഉണർന്ന് കാലുകൾ അമർത്തി തിരുമ്മിക്കൊടുത്തു അവൾക്ക്. അവളുടെ ഒരു ഞരക്കം പോലും എത്ര ഉറക്കത്തിലായാലും മനപ്പാഠമായിരുന്നു അവന്. നേരം വെളുപ്പിനായതുകൊണ്ട് തന്നെ ഉറക്കവും ഏതാണ്ട് പോയ മട്ടായിരുന്നു. തിരിഞ്ഞ് ശ്യാമിനെ നോക്കുമ്പോൾ അവളെ ചുറ്റിപ്പിടിച്ച് വീണ്ടും അവൻ ഉറക്കം പിടിച്ചിരുന്നു. എണീക്കണ്ട, കിടന്നോ. നേരം വെളുത്തിട്ട് എണീറ്റാ മതി. നിനക്കും നമ്മുടെ മക്കൾക്കും ഒരുപോലെ റെസ്റ്റ് വേണ്ട സമയ. ഉറക്കം വരുന്നില്ലേലും വെറുതെ കിടന്നോ. അവന്റെ കൈ വിടർത്തി മാറ്റി എണീക്കാൻ ശ്രമിക്കുന്ന അവളുടെ നീക്കത്തെ അറിഞ്ഞ പോലെ അവൻ കാതോരം ചേർന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചൊക്കെ നടക്കണേ. പടി കയറാനും ഇറങ്ങാനോ ഒന്നും നിൽക്കണ്ട. കിടക്കാൻ നേരത്താണെങ്കിൽ പോലും താഴത്തെ ഏതെങ്കിലും റൂമിൽ കിടന്നാ മതി. പോകാൻ തുടങ്ങുമ്പോൾ എന്നത്തെയും പോലെ സ്ഥിരം പല്ലവി അവൻ ആലപിക്കുന്നത് കണ്ട് അവൾ ഒന്ന് നെറ്റി തടവി. ആഹാരം മര്യാദയ്ക്ക് കഴിക്കണം. അധിക നേരം അടുക്കളയിലൊന്നും നിൽക്കണ്ട. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കണം. അമ്മ എടുത്തു തരുന്ന ആഹാരം എല്ലാം ഒരു മടി കൂടാതെ കഴിക്കണം. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ ശ്യാമിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മാനസി പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. പതിയെ കുനിഞ്ഞ് ഇട്ടിരുന്ന ടോപ്പ് മാറ്റിപ്പിടിച്ച് വയറിന്റെ ഇരുഭാഗത്തും കൈവെള്ള ചേർത്ത് വെച്ചു. അച്ഛന്റെ കൈകളിലെ ചൂടറിഞ്ഞ പോലെ അവന്റെ ഇടത് കൈവെള്ളയിൽ അവനൊരു തുടിപ്പറിഞ്ഞു. പിന്നീട് വലത് കൈവെള്ളയിലും. അച്ഛന്റെ മക്കള് തന്നെയാ. കണ്ടില്ലേ, കൈ ചേർത്ത് വെച്ചപ്പോഴേക്കും എന്നെ ചവിട്ടാൻ തുടങ്ങി. വയറിൽ തുടിപ്പറിഞ്ഞ നിമിഷം ചിരിയോടെ മാനസി പറഞ്ഞു. അച്ഛയുടെ മക്കള് വേഗം ഇങ്ങോട്ട് വാ. എന്നിട്ട് വേണം നിങ്ങളുടെ അമ്മയെ എനിക്കൊരു പാഠം പഠിപ്പിക്കാൻ. വയറിന് ഇരുവശവും ചുണ്ടു ചേർത്ത് അവൻ പറയുന്നത് കേട്ട് അവൾ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പോയിട്ട് വരാം. അവളെ നോക്കി കണ്ണു ചിമ്മി പറഞ്ഞ് നെറ്റിയിൽ അവൻ അധരങ്ങൾ അമർത്തി. അവന്റെ കവിളിൽ ചുണ്ടു ചേർത്ത് പോയി വരാൻ കണ്ണുകളാൽ പറഞ്ഞു അവൾ. മെല്ലെ അവളെയും ചേർത്ത് പിടിച്ച് ശ്രദ്ധയോടെ അവൻ പടികളിറങ്ങി. നീ ഇന്നലെ ഉറങ്ങിയില്ലേ മോളെ? താഴേക്കിറങ്ങി അവളുടെ മുഖത്തെ വിളർച്ച കണ്ട് സരസ്വതി ചോദിച്ചു. ഒന്ന് കണ്ണടച്ചപ്പോ നേരം ഒന്നൊക്കെ ആയിരുന്നമ്മേ. അത്രയും നേരം ഉറക്കമില്ലാതെ പുസ്തകം വായിച്ചിരിപ്പായിരുന്നു. പുലർച്ചെ കാലിൽ മസിൽ കയറി ഉണർന്നേ പിന്നെ ഉറങ്ങിയിട്ടില്ല. എണീറ്റ് പോരാൻ തുടങ്ങിയപ്പോ ഉറങ്ങിയില്ലെങ്കിലും കിടക്കാൻ പറഞ്ഞ് ഞാൻ പിടിച്ചു കിടത്തിയതാ. ശ്യാം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഈ സമയത്ത് ഉറക്കക്കുറവൊക്കെ ഉണ്ടാവുന്നതാടാ.
അവന്റെ മുഖത്തെ പരിഭവം കണ്ട് മാനസിയുടെ തലയിലൊന്ന് തലോടി സരസ്വതി ശ്യാമിനോട് പറഞ്ഞു. മാനസി ശ്യാമിനെയും സരസ്വതിയെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ലേബർ റൂമിന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ നിമിഷം ഒരു അഗ്നിഗോളത്തിനുള്ളിൽ നിൽക്കുന്ന പോലെ ഉരുകുകയായിരുന്നവൻ. എടാ, നീ ഇവിടെ ഒന്ന് ഇരിക്ക്. കൈകൾ കൂട്ടിത്തിരുമ്മി ലേബർ റൂമിന്റെ വാതിലിലേക്ക് ഉറ്റുനോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവനെ നോക്കി സരസ്വതി പറഞ്ഞു. നേരെ എത്ര ആയമ്മേ അവളെ കൊണ്ടുപോയിട്ട്? എനിക്കാണെങ്കിൽ കയ്യും കാലും വറച്ചിട്ട് വയ്യ. നീ ഒന്ന് സമാധാനിക്ക് ശ്യാമൂട്ടാ. മോൾക്കും കുഞ്ഞുങ്ങൾക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നേ. ഉള്ളിലുള്ള ആധി പുറത്ത് കാണിക്കാതെ സരസ്വതി അവനെ ആശ്വസിപ്പിച്ചു. വീണ്ടും കാത്തിരിപ്പിന്റെ കുറച്ചേറെ മണിക്കൂറുകൾ. കടന്നു പോകുന്ന ഓരോ മാത്രയ്ക്കും യുഗങ്ങളുടെ ദൈർഘ്യമുണ്ടെന്ന് അവന് തോന്നി. ഹൃദയതാളം മുറുകുമ്പോൾ കൈകളൊക്കെ തണുത്തു മരവിച്ച നിമിഷം ലേബർ റൂമിന്റെ ഡോർ തുറന്ന് 2 മാലാഖമാർ കൈക്കുഞ്ഞുങ്ങളുമായി വന്നു. മാനസിയുടെ അവരിൽ ഒരാൾ ചോദിച്ചു പൂർത്തിയാവും മുന്നേ ശ്യാമും സരസ്വതിയും ശ്വേതയുമെല്ലാം അവർക്കരികിലേക്ക് ഓടിയിരുന്നു. ഒരാണും ഒരു പെണ്ണുമാണ് കേട്ടോ. നഴ്സ് ചിരിയോടെ പറയുമ്പോഴും അവന്റെ കണ്ണുകൾ വേവലാതിയോടെ അകത്തേക്ക് പാഞ്ഞു. മാനസിക്ക് സുഖായിരിക്കുന്നു, കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. നഴ്സ് അത് പറഞ്ഞു കഴിഞ്ഞാണ് അവന് ശ്വാസം പോലും നേരെ വീണത്. നഴ്സിന്റെ കയ്യിലെ കുരുന്നുകളെ അവൻ നോക്കി. അവർ കുഞ്ഞിനെ കയ്യിലേക്ക് കൊടുക്കുന്നേരം അവന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെൺകുഞ്ഞിനെ അവൻ ഏറ്റുവാങ്ങിയപ്പോൾ ആൺകുഞ്ഞിനെ സരസ്വതിയും ഏറ്റുവാങ്ങി. കുഞ്ഞിക്കൈകൾ ചുരുണ്ടുപിടിച്ച് കണ്ണുകൾ പൂട്ടി മയങ്ങുന്ന ആ കുരുന്നുകളെ അവൻ കൺനിറയെ കണ്ടു. അച്ഛന്റെ സാമീപ്യം അറിഞ്ഞ പോലെ അവളുടെ ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞതിൽ അവൻ മാനസിയെ കണ്ടു. അതേ പുഞ്ചിരി തന്നെ. കൈ നീട്ടി സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ കവിളിലൊന്ന് തലോടിയപ്പോൾ അവൻ ഒന്നുകൂടി കുറുകിക്കൊണ്ട് കൈകൾ ഒന്നുകൂടെ ചുരുട്ടി പിടിച്ചു. 5 വർഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു സായാഹ്നം. ഋതുമോളെ, റിച്ചൂട്ടാ. വീടിന്റെ ഓരോ കോണിലും വിളിച്ചു നടപ്പാണ് മാനസി. 5 വർഷങ്ങൾ അവരുടെ ആരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഉണ്ണിക്കും ചാരുവിനും ആദ്യം പിറന്ന ആൺകുട്ടിക്ക് പിന്നാലെ ഒരു പെൺകുഞ്ഞും കൂടെ പിറന്നു. ആരവും ആരോഹിയും. മനുവിനും ചിന്മയയ്ക്കും ഒരു മകൾ ആരാധന. ചിന്മയ ഇപ്പോൾ 2ാമത്തേത് 3 മാസം പ്രഗ്നന്റ് ആണ്. ശിവയ്ക്കും കിച്ചുവിനും ഒരു ആൺകുട്ടി ആയുഷ് 2 വയസ്സാവുന്നു. മാനസിക്കും ശ്യാമിനും ഇടയിലും മാറ്റങ്ങളൊന്നുമില്ല. അവരുടെ സ്നേഹം പങ്കിടാൻ വേണ്ടി 2 കുരുന്നുകൾ കൂടെ ഉണ്ടെന്നല്ലാതെ. ഋതിക എന്ന ഋതുവും ഋതിക് എന്ന റിച്ചുവും. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് മാനസി ശ്യാമിന്റെ കൂടെ ഓഫീസിലും പോകുന്നുണ്ട്. ഋതു മാനസി പോലെ ശാന്ത സ്വഭാവമായിരുന്നെങ്കിൽ കുഞ്ഞിലെ ശ്യാമിന്റെ സകല തല്ലുകൊള്ളിത്തരവും കിട്ടിയ കുസൃതി കൊടുക്കുകയായിരുന്നു റിച്ചു. രാത്രിയിലെ ആഹാരം കൊടുക്കാൻ വേണ്ടി 2 ആളുടെയും പിന്നാലെ നടപ്പാണ് മാനസി. ഒരു പിടി അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ പിന്നെ വീടിനകം മുഴുവൻ ഓടി നടക്കും 2 ആളും. ഇവിടെ വാടാ രണ്ടും. ദിവാൻ കോട്ടിനടിയിലേക്ക് നൂണ്ടു കയറാൻ തുടങ്ങുന്ന ഋതുവിനെയും റിച്ചുവിനെയും ശ്യാം എടുത്തുയർത്തി സോഫയിലേക്ക് ഇരുത്തി. 2 ആളും അവനെ കൂർപ്പിച്ചു നോക്കി. നിച്ച് മതിയച്ചേ. ഋതു അവന്റെ മടിയിലേക്കിരുന്ന് ചിണുങ്ങി. നിക്കും പറഞ്ഞുകൊണ്ട് റിച്ചു വേഗം അടുത്തിരുന്ന സരസ്വതിയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. മതിയെങ്കില് കൊടുക്കണ്ട മോളെ, ചന്ദ്രൻ റിച്ചുവിന്റെ തലയിൽ തഴുകി പറഞ്ഞു. ഇന്ന് മര്യാദയ്ക്കൊരു സാധനം കഴിച്ചിട്ടില്ല അച്ഛാ രണ്ടും. എന്നെ ഇങ്ങനെ പിന്നാലെ ഇട്ട് ഓടിക്കലേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കുന്ന മാനസിയെ കണ്ട് ഋതുവും റിച്ചുവും ശ്യാമിനെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചതും സോഫയിൽ നിന്ന് ഊർന്നിറങ്ങി 2 ആളും അവൾക്കടുത്തേക്ക് പോയി. പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മാനസിക്ക് ടോപ്പിലൊരു വലിച്ചിൽ തോന്നിയത്. മുഖം കുനിച്ചു നോക്കുമ്പോൾ റിച്ചുവും ഋതുവും അവളെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. മാനസി വേഗം മുട്ടുകുത്തി അവർക്കരികിലിരുന്നു. എന്തേ? 2 ആളുടെയും കവിളിൽ കൈ ചേർത്ത് മാനസി ചോദിച്ചു. ശക്തിയേറ്റം മതിയായിട്ടമ്മേ, ഋതു സങ്കടത്തോടെ അവളെ നോക്കി പറഞ്ഞു. മാനസി ചിരിയോടെ 2 ആളുടെയും കവിളിൽ ഉമ്മ വെച്ചു. അവളുടെ ഉമ്മ കിട്ടിയതും 2 ആളും ഹാപ്പി. തിരിച്ച് അവളുടെ കവിളിലും ഉമ്മ കൊടുത്ത് 2 പേരും ഹാളിലേക്ക് ഓടി. കാക്ക കല്ലെല്ലാം പെറുക്കി കുടത്തിലിട്ടപ്പോ വെള്ളം പൊങ്ങി വന്നു. ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് കാക്ക പറന്നുപോയി. മാനസി പിള്ളേരെ വിളിക്കാൻ വരുമ്പോൾ ചന്ദ്രൻ അവരെ ചേർത്ത് പിടിച്ച് കഥ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അവൾ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് പോകാതെ മുറിയുടെ വാതിൽക്കൽ തന്നെ നിന്നു. ഉറങ്ങിപ്പോയി മോളെ 2 ആളും, ഇന്നിവിടെ കിടന്നോട്ടെ, മാനസി കണ്ട സരസ്വതി പറഞ്ഞു. മാനസി പുഞ്ചിരിയോടെ തലയാട്ടിയിട്ട് വാതിലും ചാരി മുറിയിലേക്ക് പോയി. പിള്ളേരെ വിളിക്കാൻ പോയിട്ട്?
അവൾ വന്ന് വാതിൽ കുറ്റിയിടുന്നത് കണ്ട് ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരുന്ന ശ്യാം ചോദിച്ചു. അവര് അമ്മയുടെ കൂടെ കിടന്നുറങ്ങി. അവിടെ കിടന്നോട്ടേന്ന് അമ്മ പറഞ്ഞപ്പോ പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും തൊട്ടു മുന്നിൽ നിൽക്കുന്ന ശ്യാമിനെ കണ്ട് പെട്ടെന്ന് പിന്നിലേക്ക് അടിഞ്ഞു നിന്നു. ഹോ, പേടിച്ചു പോയല്ലോ. നെഞ്ചിൽ കൈവച്ച് അവൾ പറയുന്നത് കേട്ട് അവനൊന്ന് മീശ പിരിച്ചു. എന്താ ഉദ്ദേശം? പുരികമുയർത്തി അവൾ ചോദിക്കുമ്പോൾ ഇടുപ്പിലൂടെ വലയം ചെയ്ത അവന്റെ കൈകൾ അവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. ദുരുദ്ദേശം മാത്രം. കഴുത്തിലൊന്ന് കിളിയിട്ട് പറയുമ്പോൾ അവൾ ഒന്ന് കുതറി. അയ്യടാ! കുതറി മാറി മുന്നോട്ട് നടക്കും മുന്നേ അവൻ അവളെ എടുത്തുയർത്തിയിരുന്നു. ആദ്യമൊന്ന് കുതറി നിന്നെങ്കിലും ഇന്നും ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന അവളോടുള്ള പ്രണയത്തിൽ അവൾ സ്വയം മറന്നു. പതിയെ അവളിലേക്ക് അമരുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം അവർ വിസ്മരിച്ചിരുന്നു. അവരുടേതായ ഒരു ലോകത്ത് പ്രണയത്തിന്റെ മാസ്മരികതയിൽ ഓരോ നിമിഷവും അലിഞ്ഞു ചേരുകയായിരുന്നവർ. പ്രണയം അതെന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും അവളുടെ ഹൃദയത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ ഒഴുകുന്നുണ്ട്. ഇന്നലകളിൽ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതത്തിന്റെ നിറങ്ങളെല്ലാം പ്രണയത്തിൽ ചാലിച്ച് ജീവിതം തിരികെ നൽകുമ്പോൾ ഇന്നും ആ പ്രണയത്തിന്റെ മാറ്റൊട്ടും കുറയാതെ അവരതിനെ ആത്മാവിൽ ചേർത്ത് കൊണ്ടു നടക്കുന്നു. കള്ളങ്ങളും കാപട്യങ്ങളുമില്ലാതെ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചുകൊണ്ട്. ഇന്നലകളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ നാളുകളിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. നിറമില്ലാതായൊരു ജീവിതത്തിൽ നിറങ്ങളെല്ലാം വരച്ചു ചേർക്കാൻ നമ്മെ തന്നെ മറന്നുപോയ നമുക്കുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ. അവസാനിച്ചു. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 2 വരി കുറിക്കണേ.